ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോഴേ നിങ്ങളോട് ഇന്നൊരു സംഭവം പറയാൻ വേണ്ടിയിട്ടാണ് വന്നേക്കുന്നത്. നമ്മുടെ അമ്മിണിയില്ലേ, അമ്മിണിയുടെ സ്വഭാവം ഇപ്പോൾ ആകെ മാറി. അമ്മിണിക്കിപ്പോൾ പിള്ളേരെ ഒന്നും വേണ്ട, ഒരു കൊച്ചിനെ കാണുന്നില്ല. ആകെയുള്ളത് ഇപ്പോൾ സിംബ മാത്രമാണ്. സിംബയോട് ഇപ്പോൾ അത്രയധികം സ്നേഹമൊന്നും അമ്മിണി അമ്മയ്ക്ക് ഇല്ല. നമ്മുടെ അമ്മിണിക്ക് 2 മക്കളായിരുന്നല്ലോ, സിംബയും മിട്ടുവും. അതിൽ മിട്ടുവിനെ കുറേ ദിവസം കൊണ്ട് കാണുന്നില്ല. ഇപ്പോൾ ഒരാഴ്ചയായി അവളെ കാണാണ്ടായിട്ട്. ആകെയുള്ളത് സിംബ മാത്രമാണ് നമ്മുടെ വീട്ടിൽ ഇപ്പം ഉള്ളത്. അമ്മിണിയും ഇപ്പോൾ വല്ലപ്പോഴും ഇങ്ങോട്ടൊക്കെ വരാറുള്ളൂ. സിംബ ഇപ്പം അമ്മിണിയുടെ അടുത്ത് ചെല്ലുമ്പോഴേ സിംബ ഇപ്പം അമ്മിണി എടുത്തിട്ട് ഉപദ്രവമാണ്. ആന്തല്, കടിക്കല്, ബഹളം വയ്ക്കൽ ഒക്കെയാണ് സിംബയോട് ഇപ്പം അമ്മിണിക്ക്. അങ്ങനെ ഇതിൻ്റെ കാരണം എന്തോന്ന് തപ്പിപ്പോയപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്. അമ്മിണി വീണ്ടും പ്രഗ്നൻ്റ് ആണ് ഗൈസ്. അതുകൊണ്ട് ഇപ്പോൾ സിംബ എപ്പോൾ നോക്കിയാലും എൻ്റെ കൂടാണ് ഇരിപ്പും നടപ്പും ഒക്കെ. സിംബയ്ക്ക് ഇപ്പം ഞാൻ മതി. അതുകൊണ്ട് ഇപ്പം അമ്മിണിയുടെ അടുത്തോട്ടും വലിയ പോക്കൊന്നുമില്ല, കാരണം അമ്മിണി എടുത്തിട്ട് ഉപദ്രവിക്കുന്നുണ്ട്. അതുകൊണ്ട് സിംബയുടെ കണ്ണിൽ അമ്മയെന്ന് പറയണത് ഞാനാണ് ഗൈസ്. സത്യം പറഞ്ഞാൽ സിംബയുടെ അവസ്ഥ കണ്ടിട്ട് എനിക്ക് തന്നെ വിഷമം തോന്നുന്നുണ്ട്. സ്വന്തം അമ്മയായ അമ്മിണി പോലും അവളെ അടുപ്പിക്കുന്നില്ല. പിന്നെ ആകെയുള്ള ആശ്രയം എന്ന് പറയുന്നത് ഞാനാണ് അവളുടെ കൂടെ ഇപ്പോൾ കളിക്കാൻ. അവളുടെ കൂടപ്പിറപ്പായ മിട്ടുവിനെ പോലും ഈ പരിസരത്ത് ഞാൻ കണ്ടില്ല. എവിടെ പോയേക്കുവാന്നോ, ഇനി വല്ലതും പിടിച്ചോ എന്നും ഒരറിവും ഇല്ല. അമ്മിണി ഇടയ്ക്കിടയ്ക്ക് വിസിറ്റിങ്ങിന് വരുന്നുണ്ടെങ്കിലും അമ്മിണിക്കും എന്നോടിപ്പോൾ ഒരു സ്നേഹമില്ല. അതുകൊണ്ട് തന്നെ ഇപ്പം അമ്മിണിയോട് ഞാനും വലിയ കൂട്ടൊന്നും കൂടാൻ പോകുന്നില്ല. എനിക്ക് വീട്ടിൽ നിന്ന് നല്ല രീതിക്ക് വഴക്ക് കിട്ടുന്നുണ്ട്, കാരണം സിംബ ഇങ്ങനെ വെച്ച് കളിപ്പിക്കുന്നതിന്. വീട്ടുകാർക്ക് അങ്ങനെ അധികം ഇഷ്ടമല്ല സിംബയും അല്ലെങ്കിൽ പൂച്ച, അങ്ങനെയൊന്നും എൻ്റെ വീട്ടിലാർക്കും ഇഷ്ടമല്ല. പക്ഷേ സിംബയുടെ കാര്യം ആലോചിക്കുമ്പോൾ എനിക്ക് നല്ല രീതിക്ക് വിഷമം വരുന്നുണ്ട്. കുഞ്ഞെങ്ങനെ സർവൈവ് ചെയ്യുമെന്ന്. പക്ഷെ ഞാൻ സിംബയ്ക്ക് ചോറും വെള്ളവും ഒക്കെ കൊടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ആൾ കുറച്ച് കുറുമ്പിയും കൂടാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ആൾ കുറച്ച് കുറുമ്പത്തരമൊക്കെ കാണിക്കുന്നുണ്ട് സിംബമ്മ. കൊച്ചു പിള്ളേരുടെ കൂട്ടാ സിംബയെ എപ്പോൾ ഒക്കെ നമ്മൾ എടുത്തുകൊണ്ടിരിക്കണം, കളിപ്പിച്ചുകൊണ്ടിരിക്കണം. അപ്പോഴേ സിംബയുടെ ബാക്കിയുള്ള അപ്ഡേറ്റ് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാവേ. അപ്പോൾ ലൈക്ക് സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ.